ഇംഗ്ലണ്ടിന്റെ ഹൃദയഭാഗമായ ചെഷയർ പ്രദേശത്തെ മൺട്രം എന്ന ഗ്രാമത്തിലാണ് ഏകദേശം 1467 ഒരു സാധാരണ കർഷക കുടുംബത്തിൽ റോബർട്ട് നിക്സൺ ജനിച്ചത്. ചരിത്രരേഖ അനുസരിച്ച് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ജോൺ നിക്സൺ എന്നാണ്. വേൾ റോയൽ ആബി സന്യാസ ആശ്രമത്തിന്റെ കീഴിലുള്ള ഒരു ഫാമിൽ കൃഷി ചെയ്തായിരുന്നു അവർ ജീവിച്ചു വന്നത്. ചില റിപ്പോർട്ടുകളിൽ ഡെലമെയർ ഫോറസ്റ്റിനടുത്തുള്ള ബ്രിഡ്ജ് ഹൗസിലാണ് അവൻ ജനിച്ചത് എന്നും മറ്റു ചില റിപ്പോർട്ടുകളിൽ ബാർക്ക് ഹൗസ് എന്ന പ്രദേശത്താണെന്നും കാണാം. ചില റിപ്പോർട്ടിൽ റോബർട്ട് ജനിച്ചത് ജെയിംസ് ഒന്നാമൻ രാജാവിന്റെ ഭരണകാലത്താണെന്ന് കാണാം. 1603 മുതൽ 1625 വരെയാണ് ജെയിംസ് ഒന്നാമന്റെ ഭരണകാലം. എങ്കിലും പൊതുവെ ആളുകൾ അംഗീകരിക്കുന്നത് 1467 അവൻ ജനിച്ചുവെന്നാണ്. കാലഘട്ടത്തിൽ വരെ കാണപ്പെടുന്ന ഈ വൈരുദ്ധ്യങ്ങൾ റോബർട്ട് നിക്സന്റെ ജീവിതത്തെ കൂടുതൽ ദുരൂഹമാക്കുന്നു. ചെറിയ ആളൊന്നുമല്ല റോബർട്ട് നിക്സൺ. ചെഷയറിലെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റോബർട്ട് നോസ്ട്രഡാമസിനെ പോലെയോ അല്ലെങ്കിൽ മദർ ഷിപ്ടനെ പോലെയോ പേരുകേട്ടൊരു വ്യക്തിത്വമാണ്. ചെഷയർ നഗരത്തിന്റെ ഇതിഹാസമാണ് നിക്സൺ. റോബർട്ട് നിക്സൺ കുട്ടിക്കാലം മുതലേ ഒരു നിഗൂഢതയായിരുന്നു. മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് അവൻ സംസാരിക്കുവാനായിട്ട് തുടങ്ങിയത് വളരെ വൈകിയാണ്. അല്പം പ്രായമായപ്പോഴവൻ മിക്കവാറും സമയങ്ങളിൽ കാടുകളിലോ വയലുകളിലോ ഒറ്റയ്ക്ക് പോയിട്ടിരിക്കും. ആരോടൊന്നില്ലാതെ സംസാരിക്കും. കളിമണ്ണിൽ വിചിത്രമായ രൂപങ്ങൾ നിർമ്മിക്കും. കണ്ണിൽ കണ്ട മരങ്ങളിലെല്ലാം ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ലിപികൾ കോറിവയ്ക്കും. ജനങ്ങൾ അവനെ ചെഷയർ ഇഡിയറ്റ് എന്നും മന്ദബുദ്ധി എന്നുമാണ് വിളിച്ചത്. അതിനവരെ കുറ്റം പറയുവാനും കഴിയില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങളും അലക്ഷ്യമായ മുടിയുമായി വയലുകളിൽ പണിയെടുത്തിരുന്ന റോബർട്ട് പലപ്പോഴും നിശബ്ദനായ ആകാശത്തേക്ക് വെറുതെ നോക്കി നിൽക്കും. ചിലപ്പോൾ അർത്ഥശൂന്യമെന്ന് തോന്നുന്ന വാക്കുകൾ മുകളിലേക്ക് നോക്കി പുലമ്പും. മന്ദബുദ്ധിയായ ഒരു കർഷക ബാലന്റെ ജൽപ്പനങ്ങളായി മറ്റുള്ളവർ അതിനെ കണ്ടു. പക്ഷെ ആ സമയത്ത് അവർക്കൊരു കാര്യം അറിയുമായിരുന്നില്ല. വരുവാനിരിക്കുന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രമായിരുന്നു അവൻ കാണുന്നത് എന്ന്. കുട്ടിക്കാലം മുതലേ റോബർട്ട് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു. പഠനത്തിൽ അവന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ചരിത്രരേഖകൾ അനുസരിച്ച് റോബർട്ട് ചെറിയ ശരീരപ്രകൃതിയുള്ളവനാണ്. വലിയ തലയും ഉരുണ്ട കണ്ണുകളും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കണ്ണുകൾ വട്ടം ചുറ്റുന്ന ശീലവും അവനുണ്ടായിരുന്നു. മാത്രവുമല്ല, ആരെയും അങ്ങനെ അനുസരിക്കുന്ന ശീലവും അവനുണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ ബലം പ്രയോഗിച്ചാണ് അവനെ കൊണ്ട് ജോലി എടുപ്പിക്കാറ്. ജോലി ചെയ്താലും വലിയ വിശേഷമൊന്നുമില്ല. കാരണം റോബർട്ട് എന്ത് ചെയ്താലും അത് അവസാനം മണ്ടത്തരത്തിലായിരിക്കും അവസാനിക്കുക. ചില സമയം അവൻ നിശബ്ദനായിരിക്കും. അപ്പോൾ ആരെന്ത് ചോദിച്ചാലും മറുപടി കൊടുക്കില്ല. ചിലപ്പോൾ വാ തോരാതെ ബാലിശമായിട്ട് സംസാരിക്കും. ആ സമയത്ത് ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തുമില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവർ ഈ കുട്ടിക്ക് ബുദ്ധിമാന്ദ്യമുണ്ടെന്ന് വിചാരിച്ചത്. അതുപോലെ അവൻ്റെ വിശപ്പ് പേര് കേട്ടതായിരുന്നു. ഒരാടിൻ്റെ മുഴുവൻ കാലൊക്കെ ഒറ്റ നേരം കൊണ്ട് ഒറ്റയിരിപ്പിന് അവൻ കഴിച്ചു തീർക്കും. 1485 ഓഗസ്റ്റ് 25 അന്ന് റിവർ വീവറിനടുത്തുള്ള വയലിൽ ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. ഉച്ച കഴിഞ്ഞ സമയമാണ്. റോബർട്ട് പെട്ടെന്ന് ഉഴവ് നിർത്തി. അവൻ്റെ കണ്ണുകൾ ആകാശത്തേക്ക് ഉറ്റുനോക്കി. ഷോക്കേറ്റതുപോലെ അവൻ നിശ്ചലനായി. പിന്നെ ശരീരം വെട്ടി വിറച്ചു. കണ്ണുകൾ കൃഷ്ണമണി കാണുവാൻ കഴിയാത്ത വിധം മുകളിലേക്ക് മറിഞ്ഞു. എന്നിട്ടിങ്ങനെ വിളിച്ചു കൂവി. ഇപ്പോഴത് സംഭവിച്ചിരിക്കുന്നു. ഡിക്, ഓ ഡിക്! അവനത് ചെയ്തു. വലിയ പരുന്ത് ചെറിയ പരുന്തിനെ ആക്രമിക്കുന്നു. കിരീടം മുൾപടർപ്പിനടിയിൽ കുരുങ്ങിക്കിടക്കുന്നു. മിടുക്കൻ ഹാരി! ഈ ദിവസം ഹാരിക്കുള്ളതാണ്. അവൻ്റെ ഈ പ്രലപനം കേട്ട് മറ്റുള്ളവർ അന്തം വിട്ടു. റോബർട്ട് ഏകദേശം 1 മണിക്കൂറോളം ആ ട്രാൻസ് അവസ്ഥയിൽ നിന്നു. പിന്നെ അദ്ദേഹം ക്രമേണ സാധാരണ നിലയിലേക്ക് മാറി. ഗ്രാമവാസികൾ ചിരിച്ചു. അവൻ ഡിക്ക് എന്നും ഹാരി എന്നും വിളിച്ചത് ആരെയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ കൃത്യം അതേസമയം മൈലുകൾക്കപ്പുറം ബോസ്വർത്ത് ഫീൽഡിൽ ചരിത്രം വഴി മാറുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ ക്രൂരനായ ഭരണാധികാരി റിച്ചാർഡ് മൂന്നാമനും ഹെൻറി ട്യൂഡർ എന്ന യോദ്ധാവും തമ്മിൽ അവിടെ വെച്ചൊരു പോരാട്ടം നടന്നു. ഈ യുദ്ധത്തിൽ രാജാവ് കൊല്ലപ്പെടുകയും ഹെൻറി വിജയിക്കുകയും ചെയ്തു. റിച്ചാർഡ് രാജാവിൻ്റെ കിരീടം ഒരു മുൾച്ചെടിയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. പ്രഭുക്കന്മാർ ആ കിരീടമെടുത്ത് ഹെൻറിയുടെ തലയിൽ വെച്ചു കൊടുത്തു. അന്നു മുതലൊരു പുതിയ രാജവംശത്തിന് തുടക്കമായി, ട്യൂഡർ രാജവംശം. മൈലുകൾക്കപ്പുറം നിന്നുകൊണ്ട് ആ യുദ്ധഭൂമിയിൽ നടക്കുന്ന കാഴ്ചകളായിരുന്നു തത്സമയം റോബർട്ട് നിക്സൺ നേരിൽ കണ്ടത്. അവൻ ഡിക്ക് എന്ന് വിളിച്ചത് റിച്ചാർഡിനെയും ഹാരി എന്ന് വിളിച്ചത് ഹെൻറിയെയുമായിരുന്നു. അന്നു മുതൽ നിക്സന്റെ ജീവിതം മാറി മറിഞ്ഞു. ഈ വാർത്ത ഒരു കാട്ടുതീ പോലെ പ്രചരിച്ചു. അതുവരെയും ഒരു മന്ദബുദ്ധിയായിട്ട് അറിയപ്പെട്ട അവൻ അന്നു മുതൽ ഒരു അത്ഭുത ബാലനായി മാറി. വൈകാതെ ബാലന്റെ ഈ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചുള്ള വാർത്ത പുതിയ രാജാവായ ഹെൻറി 7 ചെവിയിലുമെത്തി. രാജാവിന് ഇത് അസ്വസ്ഥനാക്കി. ഒരു സാധാരണ കർഷക ബാലന്റെ പ്രവചന ശക്തി തൻ്റെ രാജകീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ? തൻ്റെ സിംഹാസനത്തിന് ഭീഷണിയാകുന്ന വിധം അവൻ വല്ലതും പ്രവചിക്കുമോ? അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം. രാജാവ് റോബർട്ടിനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി കൊട്ടാരത്തിൽ നിന്നും ഏതാനും ഭടന്മാരെ ചെഷയറിലേക്ക് അയച്ചു. അവരോട് എത്രയും വേഗം റോബർട്ടിനെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ആജ്ഞാപിച്ചു. എന്നാൽ കൊട്ടാരത്തിൽ നിന്നും ഭടന്മാർ പുറപ്പെട്ടതും അതേക്കുറിച്ച് റോബർട്ടിന് ദർശനം കിട്ടി. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, എന്നെ പിടിക്കുവാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. എന്നെ രാജകൊട്ടാരത്തിൽ പൂട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊല്ലുവാനാണ് അവർ വരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ സമീപത്തുള്ള ഓവർ പട്ടണത്തിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അവിടെ എവിടെയോ പോയിട്ട് ഒളിച്ചിരുന്നു. വൈകാതെ സൈനികർ അവിടെ എത്തി. ഗ്രാമവാസികൾ നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു.
അവർ വേഗം ഓവർ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ഒളിച്ചിരുന്ന റോബർട്ടിനെ പിടിച്ച് കൊട്ടാരത്തിൽ എത്തിച്ചു. ഹാംഡൻ കോർട്ട് പാലസിലെത്തിയ റോബർട്ടിനെ രാജാവ് കണ്ടു. കൊല്ലും മുൻപ് അവന് അതീന്ദ്രിയ ജ്ഞാനം വല്ലതും ഉണ്ടോ എന്ന് പരീക്ഷിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അവന് യാതൊരു കഴിവുമില്ല എങ്കിൽ അവനെ കൊല്ലേണ്ട യാതൊരു ആവശ്യവുമില്ല. വെറുതെ വിടാവുന്ന കാര്യമേ ഉള്ളൂ. എന്തിനീ പാപഭാരം അനാവശ്യമില്ലാതെ ചുമക്കണം? അതിനുവേണ്ടി രാജാവ് ചെയ്ത കാര്യം ഇതാണ്. അദ്ദേഹം ഒരു വജ്രമോതിരം മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് വളരെ ആശങ്കാകുലനായി അഭിനയിച്ചുകൊണ്ട്, റോബർട്ട്, എൻ്റെ വിലപ്പെട്ട മോതിരം ഒരെണ്ണം നഷ്ടപ്പെട്ടു. നിനക്കത് കണ്ടെത്തുവാനായിട്ട് കഴിയുമോ? റോബർട്ട് വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് ഒളിപ്പിച്ചു വെച്ചവർക്ക് അത് കണ്ടെത്തുവാനും കഴിയും പ്രഭു. ഈ ഉത്തരം രാജാവിനെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന് റോബർട്ടിന് അതീന്ദ്രിയ ജ്ഞാനമുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹം തൻ്റെ തീരുമാനം മാറ്റി. രാജാവ് ഉദ്യോഗസ്ഥരോട് കൽപ്പിച്ചു, റോബർട്ട് ഇനി മുതൽ കൊട്ടാരത്തിലാണ് താമസിക്കുക. അവൻ പറയുന്ന എല്ലാ പ്രവചനങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ കൃത്യമായിട്ടും രേഖപ്പെടുത്തുക. പിൽക്കാലത്ത് അദ്ദേഹം അവിടെ വെച്ച് നടത്തിയ പ്രവചനങ്ങൾ നിക്സൺ ചെഷയർ പ്രോഫസി എന്ന പേരിൽ പുസ്തകങ്ങളായി പുറത്തിറങ്ങി. 1714 ജോൺ ഓൾഡ് മിക്സൺ പബ്ലിക്കേഷനാണ് ആദ്യം ഈ ബുക്ക് ഇറക്കിയത്. പിന്നീട് 1873 1878 റീ എഡിഷൻ ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഫലിച്ച പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ ഇവയാണ്. ലണ്ടൻ നഗരം തീപിടിച്ചെരിയും, ആകാശം അന്ന് ചുവന്നു തുടുക്കും. 1666 ലണ്ടൻ നഗരത്തെ ഒന്നടങ്കം വിഴുങ്ങിയൊരു അഗ്നിബാധ ഉണ്ടായി. ചാൾസ് ഒന്നാമൻ രാജാവിൻ്റെ തല വെട്ടപ്പെടുമെന്ന് അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുൻപേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയെക്കുറിച്ചും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. വരും കാലത്ത് പുകയും തുപ്പി കുതിരവണ്ടികൾ ഓടും, പക്ഷികളെപ്പോലെ മനുഷ്യർ ആകാശത്ത് പറക്കും. അക്കാലത്ത് ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത ഈ പ്രവചനങ്ങൾ പിൽക്കാലത്ത് സംഭവിച്ചു. അമേരിക്കയുടെ ഉദയത്തെക്കുറിച്ച് പറഞ്ഞ പ്രവചനം ഇതാണ്. ലോകത്തിൻ്റെ മറുഭാഗത്ത് ഒരു വലിയ ശക്തി ഉദിച്ചു വരും. അത് പിന്നീട് ലോകത്തെ ഭരിക്കും. അതുപോലെ ഇംഗ്ലീഷ് സിവിൽ വാർ, ചാൾസ് ഒന്നാമൻ്റെ വധശിക്ഷ, ജെയിംസ് രണ്ടാമൻ്റെ സ്ഥാനത്യാഗം, ഫ്രാൻസുമായി ഇംഗ്ലണ്ട് നടത്തിയ യുദ്ധങ്ങൾ, നെപ്പോളിയനുമായിട്ടുള്ള യുദ്ധങ്ങൾ തുടങ്ങി അങ്ങനെ പലതും പ്രവചിച്ചു. അതെല്ലാം പിൽക്കാലത്ത് ഒന്നൊഴിയാതെ സംഭവിച്ചു. എന്നാൽ ഒന്നൊഴിച്ച് ആ പ്രവചനം ഇനിയും സംഭവിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് നടന്നു കഴിഞ്ഞാൽ ലോകാവസാനത്തിന് തുടക്കമാകുമെന്നാണ് നിക്സൺ പറഞ്ഞത്. ആ പ്രവചനം വീഡിയോയുടെ അവസാനം നമ്മൾ കാണും. നിക്സന്റെ പല പ്രവചനങ്ങളും അവ്യക്തമാണ്. ഉദാഹരണം, ദി ഈഗിൾ ഷാൾ കം ഔട്ട് ഓഫ് ദി നോർത്ത്, ദി ലയൺ ഷാൾ സ്റ്റൂപ്പ് ടു ദി ലെപ്പേഡ്. ഇത് ഭാവിയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് പറയുന്നു. സ്പാനിഷ് അർമാഡ, കടലിലെ വലിയ വലിയ യുദ്ധങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം, ഫ്രാൻസിലെ രാജഭരണത്തിന്റെ പതനം, അങ്ങനെ തുടങ്ങി അയാൾ പ്രവചിച്ച കാര്യങ്ങൾ നിരവധിയാണ്. അതെല്ലാം പിൽക്കാലത്ത് യാഥാർത്ഥ്യവുമായി. എന്നാൽ റോബർട്ടിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനം അദ്ദേഹം സ്വന്തം മരണത്തെക്കുറിച്ച് പറഞ്ഞതായിരുന്നു. രാജകൊട്ടാരത്തിൽ സുഭിക്ഷമായിട്ട് ജീവിതം നയിക്കുന്ന സമയത്തും അവനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ കല്ലുകൾക്കിടയിൽ ഞാൻ വിശന്നു മരിക്കും. എൻ്റെ ശവക്കുഴി ഈ മതിലുകൾക്കുള്ളിലാണ്. രാജാവും ഇത് കേട്ടു. കൊട്ടാരത്തിൽ സുഭിക്ഷമായിട്ട് ജീവിതം നയിക്കുന്ന, ലോകത്തിൻ്റെ ഭാവി പ്രവചിക്കുന്ന തൻ്റെ പ്രവാചകൻ പട്ടിണി കിടന്ന് മരിക്കുകയോ? ഒരിക്കലും അത് സംഭവിക്കരുത്. അത് തടയുവാനായിട്ട് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. റോബർട്ട് ആവശ്യപ്പെടുന്ന ഏതു ഭക്ഷണവും എപ്പോൾ വേണമെങ്കിലും നൽകുക. അവൻ വിശപ്പറിയുവാനായിട്ട് പാടില്ല. എപ്പോൾ വേണമെങ്കിലും കൊട്ടാരം അടുക്കളയിൽ കടന്നു വന്ന് എന്തു വേണമെങ്കിലും അവന് കഴിക്കാം. ആരും തടയുവാൻ പാടില്ല. എന്നാൽ ഈ മണ്ടൻ പ്രവാചകന് രാജാവ് കൊടുക്കുന്ന പ്രത്യേക പരിഗണനയിൽ കൊട്ടാരം പാചകക്കാർക്കടക്കം വേറെയും പല ഉദ്യോഗസ്ഥന്മാർക്ക് അമർഷം തോന്നിയിരുന്നു. അവർ പല വിധത്തിലും അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം കൊട്ടാരത്തിലെ പ്രധാന പാചകക്കാരനും നിക്സണും തമ്മിൽ വലിയ തർക്കമുണ്ടായി. നിക്സന്റെ പ്രവചനങ്ങൾ കേട്ട് ഭയന്ന പാചകക്കാരൻ അവനെ ഉപദ്രവിക്കുവാനായിട്ട് ശ്രമിച്ചു. അവന്റെ ഭാഗ്യത്തിന് മറ്റൊരു ഉദ്യോഗസ്ഥൻ അതുവഴിക്ക് വന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിന് കൊട്ടാരത്തിൽ നിന്നും ഏതാനും ആഴ്ചകൾ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു. പോകും മുൻപ് റോബർട്ടിന്റെ കാര്യങ്ങൾ നോക്കണമെന്ന് ഒരു ഉദ്യോഗസ്ഥനെ പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തി. എന്നിട്ടാണ് അദ്ദേഹം യാത്രയായത്. രാജാവ് തന്നെ ഏൽപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്വമാണ്. രാജാവ് ഉള്ളപ്പോൾ വരെ കൊട്ടാരത്തിലെ അസൂയാലുക്കളായ മറ്റുള്ളവർ അവനെ പല വിധത്തിലും ദ്രോഹിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇപ്പോഴിതാ രാജാവ് ഇവിടെയില്ല. എന്തും സംഭവിക്കാം. അയാൾ ആലോചിച്ച ഒരു മാർഗം കണ്ടെത്തി. രാജാവ് വരും വരെ ശത്രുക്കൾ കാണാതെ അവനെ എവിടെയെങ്കിലും അടച്ചിടാം. സമയാസമയത്ത് ആഹാരം എത്തിച്ചാൽ മതിയാവും. അതിനുവേണ്ടി അയാൾ ചെയ്ത കാര്യം ഇതാണ്. റോബർട്ടിനെ രാജാവിൻ്റെ മുറിയിലെ കുളിമുറിയിൽ പൂട്ടിയിട്ടു. ഇതിൽ പരം സുരക്ഷിതത്വം മറ്റെവിടെ കിട്ടുവാനാണ്? ഒറ്റ ഒരുത്തരും രാജാവിൻ്റെ മുറിയിൽ കയറില്ല. എന്നാൽ അന്ന് രാത്രിയിൽ ലണ്ടനിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അത് അടിച്ചമർത്തുവാനായിട്ട് ഈ ഉദ്യോഗസ്ഥന് അവിടേക്ക് പോകേണ്ടി വന്നു. ഈ തിരക്കിനിടയിൽ റോബർട്ടിന്റെ കാര്യം അയാൾ മറന്നുപോയി. താക്കോൽ മറ്റാരെങ്കിലും ഏൽപ്പിച്ച് റോബർട്ടിനെ നോക്കണമെന്ന് പറഞ്ഞേൽപ്പിക്കുവാനായിട്ട് അയാൾക്ക് കഴിഞ്ഞില്ല. ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഉദ്യോഗസ്ഥനും രാജാവും മടങ്ങിയെത്തിയത്. അയാളെ കണ്ടതും രാജാവ് ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: റോബർട്ട് എവിടെയാണ്? അപ്പോഴാണ് അയാൾ ആ കാര്യം ഓർക്കുന്നത്. അവർ ഓടി വന്ന് മുറി തുറന്നു.
അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. അവൻ പറഞ്ഞതുപോലെ സമർത്ഥമായ കൊട്ടാരത്തിന് നടുവിൽ പട്ടിണി കിടന്ന് റോബർട്ട് നിക്സൺ മരിച്ചു കിടക്കുന്നു. തന്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ അവൻ തന്റെ വിധിയെ ശാന്തമായിട്ട് സ്വീകരിച്ചു. റോബർട്ട് നിക്സന്റെ മരണശേഷവും ലോകം അദ്ദേഹത്തെ പേടിയോടെ ഓർക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇനിയും നടക്കുവാനുണ്ട്. ചെഷയറിലെ നാൻഡ്വിച്ച് പട്ടണം ഒരു ദിവസം പൂർണ്ണമായിട്ടും വെള്ളത്തിന്റെ അടിയിലാവും. അത് സംഭവിക്കുമ്പോൾ ലോകത്തിന്റെ അവസാനം തുടങ്ങും. ഇതായിരുന്നു ആ പ്രവചനം. ഇന്നും നിക്സന്റെ പ്രവചനം അറിയാവുന്ന ഇവിടെയുള്ള ആളുകൾ മഴ കനക്കുമ്പോൾ ഈ വാക്കുകൾ ഓർത്തു ഭയപ്പെടുന്നു. ഇത്രയുമാണ് പ്രവാചകനായ റോബർട്ട് നിക്സന്റെ കഥ. ഇതൊരു ചെറിയ കഥയാണ്. ഈ വിഷയത്തിൽ നെറ്റിൽ നിന്നും ഇതിൽ കൂടുതൽ കിട്ടുവാനുമില്ല. റോബർട്ട് നിക്സൺ നടത്തിയ പ്രവചനങ്ങൾ ഉള്ള ബുക്ക് നെറ്റിൽ PDF ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതൊരു ക്രിപ്റ്റിഡ് ജീവിയെക്കുറിച്ചുള്ള കഥയാണ്. മധ്യ ആഫ്രിക്കയിലെ കോങ്കോ വനങ്ങളിൽ ആധുനിക ലോകത്തിന് ഇന്നും അജ്ഞാതമായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. അവിടെ ഇരുട്ടിന്റെ മറവിൽ 8 കാലുകളുമായിട്ടൊരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആദിവാസികൾ അതിനെ വിളിക്കുന്നത് ജബാ ഫോഫി എന്നാണ്. ജബാ ഫോഫി ഈ വാക്കിന്റെ അർത്ഥം ഭീമൻ എട്ടുകാലി എന്നാണ്. എന്നാൽ നമ്മൾ വീടുകളിൽ കാണുന്ന സാധാരണ എട്ടുകാലികളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുത്. കാരണം ഏകദേശം 6 അടിയിലധികം നീളത്തിൽ കാലുകൾ വിരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ വലിപ്പമുള്ള ജീവിയാണിത്. കാടിന്റെ അടിത്തട്ടിൽ നിലത്ത് കുഴിയെടുത്ത് അതിനു മുകളിൽ വലകൾ വിരിച്ചും അതുപോലെ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് വലകൾ നെയ്തുമാണ് ഇവ ഇര പിടിക്കുന്നതെന്ന് അവർ പറയുന്നു. ആദിവാസികൾ ഉറപ്പിച്ച് പറയുന്നത് ജബാ ഫോഫിയുടെ വലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് പട്ടുനൂൽ പോലെ നേർത്തതാണ്. എങ്കിലും ഒരു മാനോ വന്യമൃഗമോ എന്തിനേറെ ഒരു മനുഷ്യനോ അതിൽ കുടുങ്ങിയാൽ രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ്. അവരെ അവിടെ തളച്ചിടുവാൻ തക്ക ശക്തി അതിനുണ്ട്. ഒരിക്കൽ ആ വലയിൽ കുടുങ്ങിയാൽ രക്ഷപ്പെടുവാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ മുറുകും. ഒടുവിൽ ഇര തളരുമ്പോൾ ഇരുട്ടിൽ നിന്നും ആ മരണം ജബാ ഫോഫി പുറത്തേക്ക് ഒഴുകി വരും. ജബാ ഫോഫിയെ വെറും ഒരു ഗോത്ര കഥയായി മാത്രം ലോകം തള്ളിക്കളയുമായിരുന്നു. 1938 നടന്ന ആ സംഭവം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ ഞെട്ടിച്ച ആ കഥ ഇങ്ങനെയാണ്. പ്രശസ്ത പരിവേഷകനായ റെജിനാൾഡ് ലോയിഡും അയാളുടെ ഭാര്യയും കോങ്കോയിലെ ഉൾവനത്തിലൂടെ അന്ന് യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് റോഡിന് കുറുകെ ഒരു വലിയ ജീവി പോകുന്നത് അവർ കണ്ടത്. ലോയിഡ് പിന്നീട് തൻ്റെ ഡയറിയിൽ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതി: അതൊരു കുരങ്ങായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ അത് നടന്ന രീതി എന്നെ ഭയപ്പെടുത്തി. അതൊരു ഭീമൻ എട്ടുകാലിയായിരുന്നു. അതിൻ്റെ കാലുകൾക്ക് മാത്രം 3 അടിയോളം നീളമുണ്ടായിരുന്നു. കറുത്ത രോമങ്ങളും തിളങ്ങുന്ന കണ്ണുമുള്ള ആ ജീവി കാറിന് മുൻപിലൂടെ വേഗത്തിൽ ഓടി മറഞ്ഞു. ലോയിഡിന്റെ ഈ വെളിപ്പെടുത്തൽ അക്കാലത്ത് വലിയ വിവാദമായി. സയന്റിസ്റ്റുകൾ പറയുന്നത് ഇത്രയും വലിയ എട്ടുകാലികൾക്ക് ഒരിക്കലും ഭൂമിയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയില്ല. കാരണം എട്ടുകാലികൾ ശ്വസിക്കുന്നത് അവരുടെ ശരീരത്തിലെ ചെറിയ സുഷിരങ്ങൾ വഴിയാണ്. ഇത്രയും വലിയ ശരീരം ചിലന്തിക്കുണ്ടായാൽ ഭാരം കാരണം അവയ്ക്ക് ശരിക്കും നടക്കുവാനായിട്ട് കഴിയില്ല. മാത്രവുമല്ല ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ വലിച്ചെടുക്കുവാനും കഴിയില്ല. എന്നാൽ മറ്റൊരു കാര്യം മറക്കരുത്, കോങ്കോ വനത്തിന്റെ 80% ഭാഗം ഇന്നും പരിവേഷണം ചെയ്യപ്പെടാതെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ എന്തുണ്ടാകും എന്തില്ലായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കുവാനായിട്ട് കഴിയില്ല. ആദിവാസികൾ പറയുന്നത് ഇവയുടെ മുട്ടയ്ക്ക് വെളുത്ത നിറമാണ്. ഒരു പ്രത്യേകതരം മണ്ണിലാണ് ഇവ മുട്ടയിടാറ്. കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ അവയ്ക്ക് മഞ്ഞ നിറമായിരിക്കും. എന്നാൽ വളരും തോറും അവ ചുവന്ന നിറത്തിലേക്കും പിന്നീട് കടും തവിട്ട് നിറത്തിലേക്കും മാറും. അവരുടെ ഇടയിലെ പല ചെറിയ കുട്ടികളും ജബാ ഫോഫിക്ക് ഇരയായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. കോങ്കോയിലെ ബഗാ ഗോത്രക്കാർക്കിടയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ഇടയിലുള്ള ഒരു വേട്ടക്കാരൻ വേട്ടയാടുവാനായിട്ട് കാടിന്റെ ഉള്ളിൽ പോയി. മടങ്ങി വരേണ്ട സമയമായിട്ടും അവൻ വന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം അവനെ തെരഞ്ഞു പോയവർ കണ്ടത് ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. മരങ്ങൾക്കിടയിൽ നെയ്ത ഒരു വലിയ വലയിൽ ആ വേട്ടക്കാരന്റെ ശരീരം പൊതിഞ്ഞു കിടക്കുന്നു. അവന്റെ ശരീരത്തിലെ രക്തവും മാംസവും പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായിരുന്നു. വെറും അസ്ഥികൂടം പോലെ അയാൾ ആ വലയിൽ തൂങ്ങിക്കിടക്കുന്നു. ഇന്നും കോങ്കോയിലെ ചില ഗോത്രവർഗ്ഗക്കാർ രാത്രിയിൽ പുറത്തിറങ്ങുവാനായിട്ട് ഭയപ്പെടാറുണ്ട്. കാടിന്റെ ഉള്ളിൽ നിന്നും കേൾക്കുന്ന വിചിത്രമായ ക്ലിക് ക്ലിക് പോലെയുള്ള ശബ്ദങ്ങൾ ജബാ ഫോഫികൾ പല്ലുകൾ കൂട്ടിയിടിക്കുന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നു. അടുത്ത ഇരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ ശബ്ദം. ജബാ ഫോഫികൾ വെറും ഒരു സങ്കല്പമാണോ അതോ അവർ കണ്ട യാഥാർത്ഥ്യമായിരിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതുപോലെ ഈ 2 കഥയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? കമൻറ്റിൽ അറിയിക്കുമല്ലോ.